ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞാനിന്ന് വന്നേക്കുന്നത് എൻ്റെ ഇന്നത്തെ ഒരു ഡിന്നർ സ്പെഷ്യലായിട്ടാണ്. പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു സാലഡ് മാത്രം. അപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ഇപ്പം വൈകിട്ട് ഡിന്നറിന് സാലഡാണ് കൂടുതൽ കഴിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഒരു സാലഡ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഇതിപ്പോൾ ഞാൻ വെജിറ്റബിൾ ഗീ ആണ് എടുത്തേക്കുന്നത്. ശരിക്കും റോ വെജിറ്റബിൾസ് മതി നമുക്ക് സാലഡിന്. എനിക്ക് ഇത് പക്ഷേ ലെറ്റ്യൂസിൻ്റെയും ക്യാപ്സിക്കത്തിൻ്റെയും ഒന്നും പച്ചമണം അത്ര അങ്ങോട്ട് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ഗീയിൽ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചൂടാക്കത്തേ ഉള്ളൂ. തന്നെയല്ല, ഞാൻ അതിൻ്റെ കൂടെ ഒരു ഫ്രോസൺ നമ്മുടെ കോൺ എടുത്തിട്ടുണ്ട്. അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തായതുകൊണ്ട് നല്ല തണുപ്പായിരിക്കും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അതുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിപ്പം ശരിക്കും എൻ്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് എൻ്റെ നോർമൽ എക്സസൈസും സൈക്ലിങ്ങും എല്ലാം കഴിഞ്ഞ് ഒരു വൈകിട്ടത്തേക്കുള്ള ഇതാണ് സാലഡ് കഴിക്കാതെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് റുട്ടീനായിട്ട് നൈറ്റിലിപ്പം സാലഡാണ് കഴിക്കുന്നത്. നമ്മൾ സാധാരണ അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി അല്ലെങ്കിൽ ദോശയൊക്കെ ആയിരിക്കും വൈകിട്ട് കഴിക്കുന്നത്. ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഇത് കഴിക്കാനാണ് നോക്കുന്നത്. എനിവേ ഇത് എല്ലാവർക്കും അറിയാവുന്ന പോലെ സാലഡ് നല്ല ഹെൽത്തിയാണ് നമുക്ക് കഴിച്ചപ്പോഴത്തേക്ക്. സ്പെഷ്യലി നൈറ്റിലൊക്കെ കഴിക്കുവാണെങ്കിൽ ഹെവി ഫുഡ് നമുക്ക് അവോയ്ഡ് ചെയ്യാമല്ലോ. അതൊക്കെ ഓർത്ത് ഇപ്പം നൈറ്റിലിപ്പം സാലഡാണ് ഇപ്പം ഇങ്ങനെ ഓരോ ദിവസം ഓരോ ഐറ്റംസ് ചേഞ്ച് ചെയ്തുകൊണ്ട് കഴിക്കാമെന്നാണ് കരുതുന്നത്. ഇന്ന് ഉണ്ടാക്കിയപ്പം നിങ്ങളെ കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അങ്ങനെയാണ് ഇത് ഇടുന്നത്. ഇതിപ്പോൾ ഞാൻ ആ കോണും ലെറ്റ്യൂസും ക്യാപ്സിക്കം കൂടെ എല്ലാം വഴറ്റി, ഇത് മാത്രമേ വഴറ്റത്തുള്ളൂ. പിന്നെ ആ വഴറ്റി അതിനകത്തോട്ട് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ, സാലഡ് ടൊമാറ്റോ ആണ്, സാലഡ് ടൊമാറ്റോ ആഡ് ചെയ്തു. പിന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് അതും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ റോ വെജിറ്റബിളായിട്ട് തന്നെ ഇരിക്കുന്നു. പിന്നെ ലെറ്റ്യൂസിൻ്റെയൊക്കെ ഞാൻ പറഞ്ഞ പോലെ മണം എനിക്ക് ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവന് ഇപ്പം റോ ആയിട്ടുള്ള ടേസ്റ്റ് ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രമാണ് ചെറുതായിട്ടൊന്ന് ഗീയിലിട്ട് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നു. ഇതിലോട്ട് ഞാൻ ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പും പിന്നെ കുരുമുളകും ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ നമ്മുടെ ചില്ലി ഫ്ലേക്സ്, അപ്പം എരി ഇഷ്ടമുള്ളവർക്ക് അതിലോട്ട് നമുക്ക് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. അതൊരു വേറൊരു ടേസ്റ്റാണ്. അത് ഇഷ്ടമുള്ളവർക്ക് അതനുസരിച്ച് ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ കുരുമുളകും ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പക്ഷേ കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്തിട്ടുണ്ട്, എനിക്കത് ഇഷ്ടമായതുകൊണ്ട്. പിന്നെ വേണ്ടവർക്ക് ലെമൺ ജ്യൂസ് ഇടുന്നത് നല്ലതായിരിക്കും. ആ ഒരു ടേസ്റ്റിനെ അത് റെഗുലേറ്റ് ചെയ്യും. പിന്നെ ഞാൻ ഇടുന്നത് നമ്മുടെ മുട്ട ബോയിൽ ചെയ്തതാണ്. അതുകൂടെ ഒരു മുട്ട ബോയിൽ ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട്, അതും ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു ആപ്പിൾ കൂടെ കട്ട് ചെയ്തിട്ടുണ്ട്. ആപ്പിൾ ഇടേണ്ട ആവശ്യമില്ല. ഞാൻ പക്ഷേ അവിടെ ആപ്പിൾ ഒരെണ്ണം ഇരുന്നത് കൊണ്ട് ജസ്റ്റ് ഒരു മധുരത്തിന് വേണ്ടി ഇട്ടുന്നേ ഉള്ളൂ. പിന്നെ ലെമൺ ജ്യൂസ് ഇഷ്ടമുള്ളവർക്ക് അതുകൂടെ ഇടാം, മല്ലിയില ഇഷ്ടമുള്ളവർക്ക് അതും ഇടാം. ഇതാണ് എൻ്റെ റെസിപ്പി.